ഒരുപാട് പ്രതീക്ഷകളായിരുന്നു കേട്ടോ ഈ ഒരു ക്രിസ്മസിനെ കുറിച്ച്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ അന്ന് തന്നെയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും. അതുകൊണ്ട് എല്ലാ ക്രിസ്മസിനും ഞങ്ങൾ വീട്ടിലുണ്ടായിരിക്കത്തില്ല, എങ്ങോട്ടെങ്കിലും യാത്രയിലായിരിക്കും. ഇപ്രാവശ്യം ആദ്യമേ തന്നെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു. മോൻ മറിഞ്ഞു വീണ് കൈയൊടിഞ്ഞ് സർജറി വേണ്ടി വന്നു. അങ്ങനെ ആകെ ഇപ്രാവശ്യം ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നിരാശ അടിച്ചിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, ലൈഫിൽ നമ്മൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് വിഷമിക്കാനേ നേരം ഉണ്ടാകത്തുള്ളൂ. വിഷമങ്ങൾക്കിടയിലും സന്തോഷിക്കാനുള്ള കാരണം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നൊക്കെ പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് വീടൊക്കെ അങ്ങ് ഡെക്കറേറ്റ് ചെയ്തു കേട്ടോ. എന്നിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ റെഡിയാക്കി ക്രിസ്മസ് വീട്ടിൽ ഗ്രാൻഡായിട്ട് ആഘോഷിക്കണം എന്ന് ഓർത്തു. മെനു ഒക്കെ റെഡിയാക്കി എല്ലാം കഴിഞ്ഞപ്പോൾ അതേ കിടക്കുന്നു, ഫുഡ് പോയ്സണായി. 24-ാം തീയതി ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അന്നൊരു കുറച്ച് താറാവ് വീട്ടിൽ വാങ്ങിച്ച് കറി വെച്ചതാണ്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, എല്ലാവർക്കും ഫുഡ് പോയ്സൺ ആയിപ്പോയി. ക്രിസ്മസിന് വേണ്ടി റെഡിയാക്കി വെച്ച മെനു ഒക്കെ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. കാരണം 3 പേരും മുഴു പട്ടിണിയിലായിരുന്നു 25-ാം തീയതി. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇപ്പം ഞങ്ങളുടെ ഹെൽത്തൊക്കെ ഓക്കെ ആയി. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓക്കെ ആവും. അത് കഴിയുമ്പോൾ നമ്മൾ ന്യൂ ഇയർ നല്ല ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും.